ഇഫ്താർ വിരുന്നിന്റെ തിരക്കിൽ തലസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഭാരതീയം ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ഭാരതീയം ട്രസ്റ്റ് നടപ്പിലാക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ പിന്തുണ അറിയിച്ചു. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഓരോ മുന്നണികളും. ഇതിനിടയിൽ പരമാവധി വോട്ടർമാരെ കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. റംസാൻ ആയതുകൊണ്ട് തന്നെ ഇഫ്താർ വിരുന്നുകളുടെ വേദികളിലും സ്ഥാനാർത്ഥികൾ സജീവമാണ്. കരമന ജയൻ നേതൃത്വം നൽകുന്ന ഭാരതീയം ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ഇഫ്താർ വിരുന്നിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും ഒരുമിച്ചെത്തി. എല്ലാവരെയും ഒന്നായി കാണണമെന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂർ. ഇഫ്താർ വിരുന്നിന് ആശംസ അറിയിച്ച് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. സ്വാമിജി വളരെ വിസ്താരമായിട്ട് ഈ സീസണിനെ പറ്റി അവർ മുമ്പോട്ട് വെച്ചിരുന്ന അവരുടെ ഫീലിംഗ്സും വ്യൂസും ഞാൻ അതിനെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി ആദരപൂർവ്വം ഞാനും അത് വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ നോമ്പ് തുറക്കാൻ കഴിയാത്ത സങ്കടം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും പങ്കുവച്ചു. അവരുടെ സ്വന്തം മനസ്സിനെ കട്ടപ്പാടുകൾ നേരിട്ടറിയുക, അതുപോലെ ഉന്നതമായ സംസ്കാരം ലോകത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് നയിച്ച വലിയൊരു മഹാന്റെ ഓർമ്മയാണ് നമ്മളെല്ലാം മനസ്സിലുള്ളത്. ഭാരതീയം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 8ാമത് ഡയാലിസിസ് കാർഡ് വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി. എല്ലാവരെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് 3 സ്ഥാനാർത്ഥികളും മടങ്ങിയത്. ജനം, തിരുവനന്തപുരം.